नमो भगवते वासुदेवाय। नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। भगवते वासुदेवाय। हरे कृष्ण। ओम नमो भगवते वासुदेवाय. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം. ഇന്നത്തെ ശ്ലോകങ്ങൾ 3 മുതൽ 6 വരെ. ശ്ലോകം 3 വായിക്കാം. രൂപം അസ്യ ഇഹ തഥാ ഉപലഭ്യത്തെ ന ച ആദി ന സംപ്രദിഷ്ട അശ്വത്ഥം ഏനം സുവിരൂഢം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ ന രൂപമസ്യേഹ തതോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ ന രൂപമസ്യേഹ തതോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ രൂപമസ്യേഹ തതോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ശ്ലോകം 4. തഥാ കഥം തത് പരിമാർഗിതവ്യം യസ്മിൻ തഥാ ന നിവർത്തന്തി ഭൂയഃ തം ഏവ ച ആദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി ശ്രുതാ പുരാണി തദാ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ യഥാ ന നിവർത്തന്തി ഭൂയാത് തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസൃതാ പുരാണി തത്പദം തത് പരിമാർഗിതവ്യം യസ്മിൻ യഥാ ന നിവർത്തന്തി ഭൂയാത്
യസ്മിൻ നിവർത്തന്തി ഭൂയഃ പുരുഷം പ്രപദ്യേ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസദാ പുരാണി യത്ര പ്രവൃത്തി പ്രസക്താ പുരാണി തദ പദം തത് പരിമാർഗിതവ്യം തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയാ യസ്മിൻ നിവർത്തന്തി തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസദാ പുരാണി യത്ര പ്രവൃത്തി പ്രസക്താ പുരാണി. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ആദേവൻ. ഹരേ കൃഷ്ണ. ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്ദോ ന ഛാദിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സവിരൂഢമൂലം പങ്കശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയാ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസദാ പുരാണി. ഈ ലോകത്തിൽ അസ്യ ഈ വൃക്ഷത്തിന്റെ രൂപം തഥാ അപ്രകാരം മുമ്പ് വിവരിച്ച പ്രകാരം ന ഉപലഭ്യതയെ കാണാൻ കിട്ടുന്നില്ല. അന്തവും ആദിചന ആദിയും അറിയപ്പെടുന്നില്ല. സംപ്രതിഷ്ഠ അധിഷ്ഠാനവും അറിയപ്പെടുന്നില്ല. സവിരൂഢമൂലം നല്ലവണ്ണം അടിയുറച്ച ഏനം അശ്വത്ഥം ഈ അശ്വത്ഥത്തെ ദൃഢമായ അസംഗശസ്ത്രേണ അനാസക്തി രൂപമായ ആയുധം കൊണ്ട് ചിത്വ ഛേദിച്ചിട്ട് തഥാ അനന്തരം തത്പദം ആ പദത്തെ മുകൾ ഭാഗത്തിലുള്ള മൂലത്തെ പരിമാർഗിതവ്യം അന്വേഷിച്ച് യസ്മിൻ യാതൊന്നിൽ ഗമിച്ചവർ ഭൂയഹ വീണ്ടും ന നിവർത്തന്തി തിരിച്ചു വരുന്നില്ല, ജനിക്കുന്നില്ല. യഥ യാതൊന്നിൽ നിന്ന് പുരാണി ഈ പുരാതനമായ ചിരഗന്ധമായ പ്രവൃത്തി പ്രസുത വിസർണം വഹിക്കുന്നു. ആദ്യം പുരുഷൻ ആദിപുരുഷനായ തം ഏവ അദ്ദേഹത്തെ തന്നെ പ്രപദ്യേ ശരണം പ്രാപിക്കണം. വിവർത്തനം. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരു ഉറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചുവരവില്ലയോ ആ ദിവ്യപദം പോകി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാത്തിന്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീലാ പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഈ അരയാൽ മരത്തിന്റെ യഥാർത്ഥ രൂപം ഭൗതിക ലോകത്തിൽ കാണാവുന്നതല്ലെന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. വേറെ മേൽപോട്ടായിരിക്കെ വൃക്ഷത്തിന്റെ വളർച്ച മറുവശത്തേക്കാണ്. ഭൗതിക ശാഖാപടലങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് വൃക്ഷത്തിന്റെ വിസ്തൃതി എത്രയെന്നോ മൂലം എവിടെയെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും കാരണം കണ്ടെത്തണം. ഞാൻ എന്റെ പിതാവിന്റെ പുത്രൻ, പിതാവ് ഇന്നയാളുടെ പുത്രൻ എന്നിങ്ങനെ ആരാഞ്ഞു പോയാൽ ഒടുവിൽ ബ്രഹ്മാവിലും ബ്രഹ്മാവിന് പിറവി കൊടുത്ത ഗർഭോദകശായ വിഷ്ണുവിലും എത്താം. പിന്നെ ശ്രീ ഭഗവാനിലും. ഇവിടെ അന്വേഷണം അവസാനിക്കും. ഭഗവത് ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ട് വേണം ഈ വൃക്ഷത്തിന്റെ ആരംഭമാകുന്ന പരമദിവ്യോത്തമ പുരുഷനെ ആരാഞ്ഞറിയാൻ. അതറിഞ്ഞ ഒരാൾക്ക് ഈ മായികമായ നിഴലിനോട് ആസക്തി ഉണ്ടാവില്ല. അങ്ങനെ ജ്ഞാനം കൊണ്ട് ഈ മായാവൃക്ഷത്തോടുള്ള ബന്ധനമറുത്ത് യഥാർത്ഥ വൃക്ഷത്തിൽ തിരിച്ചെല്ലുവാൻ കഴിയും. അസംഗ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. സുഖങ്ങളിലുള്ള ആസക്തിക്കും പ്രകൃതിയെ കീഴടക്കാനുള്ള കരുത്തേറെയുണ്ട്. ആ കാരണത്താൽ പ്രാമാണിക ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആധ്യാത്മിക ശാസ്ത്രത്തെ ചർച്ച ചെയ്തും ജ്ഞാനികളിൽ നിന്ന് കേട്ടും വൈരാഗ്യം ശീലിക്കണം. ഭക്തജനങ്ങളുമായി സഹവസിച്ച് ആത്മിക ചർച്ചകൾ നടത്തുന്നതിന്റെ ഫലം ഭഗവത് പദപ്രാപ്തി തന്നെയാണ്. അടുത്ത കർത്തവ്യം ഭഗവാനെ സ്വയം സമർപ്പിക്കലും. എവിടെ ചെന്നെത്തിയാൽ ഈ ദുരന്തത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ലയോ ആ പരമപദത്തെ മുമ്പ് പറഞ്ഞല്ലോ, അതിവിടെ വിവരിക്കും. സൃഷ്ടിജാലത്തിൽ ഏതൊന്നിന്റെയും നായകര് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അവിടുത്തെ പ്രസാദം നേടാൻ ആത്മസമർപ്പണമാണ് ആവശ്യം. അതുമാത്രമേ വേണ്ടൂ. ശ്രവണ കീർത്തനാദികളായ അനുഷ്ഠാനങ്ങളാൽ ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന സേവനത്തിന്റെ ഫലമാണ് ആത്മാർപ്പണം. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങൾക്ക് മൂലകാരണമാണ് കൃഷ്ണൻ. ഇത് ഭഗവാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അഹം സർവസ്യ പ്രഭവഃ, ഞാനാണ് എല്ലാറ്റിന്റെയും പ്രഭവസ്ഥാനം. ഭൗതിക ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം. കൃഷ്ണന് സ്വയം സമർപ്പിതനായ മനുഷ്യൻ ഭൗതിക പടർപ്പിൽ നിന്ന് താനെ മുക്തനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ശ്ലോകം 5. നിർമാനമോഹ ചിദസംഗദോഷ സങ്കദോഷ അധ്യാത്മനിത്യ ജ്ഞാനവിദ്യ വിനിവൃത്ത കാമ വിമുക്തകാമ ദ്വന്ദ്വൈഹി ദ്വന്ദ്വൈഃ വിമുക്ത വിമുക്ത സുഖദുഃഖ സജ്ഞേ സുഖദുഃഖസഞ്ജയേ ഗച്ഛന്ത്യമൂഢ യച്ഛന്ത്യമൂഢ പദമവ്യയം തത് പദമവ്യയം തത് നിർമാനമോഹാജിതസംഗദോഷ ജ്ഞാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ജ്ഞാനവിദ്യ വിമുക്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞേ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസഞ്ജയേ ഗച്ഛന്ത്യമൂഢ പദമവ്യയം തത് യച്ഛന്ത്യമൂഢ പദമവ്യയം തത് നിർമാനമോഹാജിതസംഗദോഷ ജ്ഞാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ അധ്യാത്മനിത്യ വിമുക്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞേ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസഞ്ജയേ ഗച്ഛന്ത്യമൂഢ പദമവ്യയം തത് യച്ഛന്ത്യമൂഢ പദമവ്യയം തത് നിർമാനമോഹാജിതസംഗദോഷ ജ്ഞാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ജ്ഞാനനിത്യ വിനിവൃതകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞേ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസഞ്ജയേ ഗച്ഛന്ത്യമൂഢ പദമവ്യയം തത് യച്ഛന്ത്യമൂഢ പദമവ്യയം തത് ഹരേ കൃഷ്ണ. ശ്രീനിവാജി ഹരേ കൃഷ്ണ പ്രഭുജി. നിർമാനമോഹാജിത സംഘദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ തന്തിർവിമുക്ത സുഖദുഃഖ സംജ്ഞർ ഗച്ഛന്തമൂഢ പദമവ്യയം തത്. പ്രധാന പദാർത്ഥം: നിർമാനമോഹ, മാനവും മോഹവും അറ്റവരായി. ജിതസംഘദോഷ, സംഘദോഷത്തെ ജയിച്ചവരായി. അധ്യാത്മനിത്യ, എന്നെന്നും ആധ്യാത്മിക ജ്ഞാനത്തിൽ. വിനിവൃത്ത കാമ, കാമവാസനകളിൽ നിന്ന് പിന്തിരിഞ്ഞവരായി. സുഖദുഃഖ സബ്ജ, സുഖദുഃഖ സംജ്ഞകളായ. ദ്വന്ദ്വ, ദ്വന്ദ്ങ്ങളിൽ നിന്ന്. വിമുക്ത, വിമുക്ത, മുക്തന്മാരായി. അമൂഢാഹ, അമൂഢന്മാരായിരിക്കുന്നവർ. അവ്യയം, അവ്യയമായ. തത്പദം, ആ പരമപദത്തെ. ഗച്ഛന്തി, ഗമിക്കുന്നു. വിവർത്തനം: വിദ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സമ്പാദ്യം പ്രാപിക്കും. ഭാവാർത്ഥം: ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ്. ആത്മനിവേദനത്തിന്റെ പ്രക്രിയയാണ് ഇവിടെ ഭംഗിയായി വിവരിക്കുന്നത്. ഒരാൾക്ക് ആദ്യമായി വേണ്ടുന്ന ഗുണമാണ് അഹംഭാവത്താൽ വിഭ്രാന്തരാകാതിരിക്കുക എന്നത്. പ്രകൃതിക്ക് അതീശൻ താനാണെന്ന ഗർവം വെച്ച് പുലർത്തുന്ന ബന്ധജീവന് ഭഗവത് പാദങ്ങളിൽ സ്വയം സമർപ്പിക്കാൻ പ്രയാസം അനുഭവപ്പെടും. പരമാർത്ഥ ജ്ഞാനം വളർത്തിയെടുത്ത് താനല്ല ഭൗതിക പ്രകൃതിക്ക് അതീശനെന്ന് മനസ്സിലാക്കണം. പരമദിവ്യോത്തമ പുരുഷനാണ് പ്രകൃതിക്ക് അതീശൻ. അഹങ്കാരജന്യമായി വിഭ്രാന്തിൽ നിന്ന് മുക്തനായാൽ ഭഗവാനിലുള്ള ആത്മാർപ്പണം ആരംഭിക്കാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബഹുമതി നേടാമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നവർക്ക് പരമപുരുഷന് ശരണം പ്രാപിക്കാൻ സാധ്യമല്ല. മായയിൽ നിന്നുളവാകുന്നതാണ് അഹംഭാവം. ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിച്ച് വീണ്ടും പോകുന്നവർ ഈ ലോകത്തിലെ പ്രഭുക്കളാണെന്ന് സ്വയം ഭാവിക്കുന്നത് എന്തൊരു ഭോഷത്വമാണ്. ഇങ്ങനെ ഭാവിക്കുന്നത് കൊണ്ട് അവർ ഏതു കാര്യത്തിലും കുഴപ്പമുണ്ടാക്കുകയും എപ്പോഴും ക്ലേശിക്കാൻ ഇടവരികയും ചെയ്യുന്നു. ലോകം ഈ തോന്നലിലാണ് സഞ്ചരിക്കുന്നത്. ഈ ഭൂമി മനുഷ്യവർഗത്തിന്റെ സ്വത്താണെന്ന് ആളുകൾ കരുതുന്നു. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഉടമാവകാശത്തിന്റെ പേരിൽ അതിനെ വിഭജിക്കുകയും ചെയ്യുന്നു. മനുഷ്യവർഗത്തിന്റെ ഉടമാവകാശത്തിൽ കീഴിലാണ് ഭൂമി എന്ന മിഥ്യാധാരണ ഉപേക്ഷിച്ച് തീരും. എന്നാൽ കുടുംബം, രാഷ്ട്രം, സമൂഹം എന്നിവയെ സംബന്ധിച്ചുള്ള മമതകളും തനിയെ നീങ്ങും. തെറ്റായ ഇത്തരം ബന്ധങ്ങളാണ് മനുഷ്യനെ ഭൗതിക ലോകമാകുന്ന കുടുക്കിൽപ്പെടുത്തുന്നത്. ഇവയിൽ നിന്ന് മുക്തി നേടിയിട്ട് വേണം ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ. എന്താണ് തൻ്റെതെന്നും തൻ്റേതല്ലാത്തതെന്നുമുള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, വസ്തുതകളെ അതേപടി അറിയാൻ കഴിഞ്ഞാൽ
സന്തോഷ സന്താപങ്ങൾ, സുഖദുഃഖങ്ങൾ ആദിയായി ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നു. ജ്ഞാനത്തിന് പൂർണ്ണത വരും. ഭഗവാന് സ്വയം സമർപ്പണം ചെയ്യുവാനും സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 6. ന തദ് ആസൈത്തെ ഭാസയതേ സൂര്യോ സൂര്യോ ന ശശാങ്കോ ശശാങ്കോ ന ന പാവകഃ പാവകഃ യത് യത് ഗത്വാ ഗത്വാ ന ന നിവർത്തന്തെ നിവർത്തന്തെ തദ് തത് ധാമ ധാമ പരമം മമ. പരമം മമ ന തദ്ഭാസയത്തെ സൂര്യോ ന തദ്ഭാസയതേ സൂര്യോ ശശാങ്കോ ന പാവകഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ യദ്ഗത്വാ ന നിവർത്തന്തെ ധാമ പരമം മമ. ധാമ പരമം മമ ന തദ്ഭാസയത്തെ സൂര്യോ ന തദ്ഭാസയതേ സൂര്യോ ശശാങ്കോ ന പാവകഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. തദ്ധാമ പരമം മമ ന തദ്ഭാസയത്തെ സൂര്യോ ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ യദ്ഗത്വാ ന നിവർത്തന്തെ പരമം മമ. തദ്ധാമ പരമം മമ. ഹരേ കൃഷ്ണ. ഗുരുജി. जय श्री माँ जी। म्यूटाണ്. जय श्री माँ जी. गीता रामचंद्रन. हरे कृष्ण. न तद्भासयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते തദ്ധാമ പരമം മമ. തദ് അതിനെ, ആ പദത്തെ, സൂര്യൻ, ന ഭാസയതെ പ്രകാശിപ്പിക്കുന്നില്ല, ശശാങ്ക ശശാങ്കൻ, ന പ്രകാശിപ്പിക്കുന്നില്ല, പാവകഃ പാവകനും, വൈദ്യുതി, ന പ്രകാശിപ്പിക്കുന്നില്ല, യത് യാതൊന്നിനെ, ഗത്വ ഗമിച്ചിട്ട്, ഞാൻ നിവർത്തന്റെ സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല, തത് അത്, മമ എന്റെ, പരമമായ, ധാമമാകുന്നു. വിവർത്തനം. പരമമായ എന്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കി ജയ്. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഗോലോക വൃന്ദാവനമെന്ന് കൃഷ്ണലോകത്തെ ഇവിടെ വർണ്ണിക്കുന്നു. പരവ്യോമത്തിൽ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം പരത്തേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശങ്ങളത്രേ. ഈ വിശ്വത്തിൽ സൂര്യന് മാത്രമേ സ്വയം പ്രകാശമുള്ളൂ. പരവ്യോമത്തിലെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശിതങ്ങളാണ്. വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഉജ്ജ്വല പ്രകാശമാണ് പരവ്യോമം. ഇത് ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രഭാപൂരം പൊഴിയുന്നത് കൃഷ്ണലോകമെന്ന ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ഈ പ്രഭാപൂരത്തിന്റെ ഒരു ഭാഗം മഹത്തത്വമെന്ന ഭൗതിക പ്രപഞ്ചത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെട്ടിത്തിളങ്ങുന്ന ഭൂരിഭാഗവും വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ആധ്യാത്മിക ലോകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവയിൽ സുപ്രധാനമാണ് ഗോലോക വൃന്ദാവനം. ഇരുളടഞ്ഞ ഈ ഭൗതിക ലോകത്തിൽ ജീവസത്തയുടെ ജീവിതം ബന്ധമാണ്. കീഴ്മേലായി നിൽക്കുന്ന ഈ മായാവൃക്ഷത്തെ ഛേദിച്ച് പരവ്യോമത്തിലെത്തിയാൽ അയാൾ മുക്തനായി. പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല.
ബന്ധനാവസ്ഥയിലായി ഇരിക്കെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉടമയെന്ന് അഭിമാനിച്ചാലും സ്വതന്ത്രാവസ്ഥയിൽ ആധ്യാത്മിക സാമ്രാജ്യത്തിലെത്തി ഭഗവാന്റെ സഹചാരിയായി തീരുന്നു. ശാശ്വതാനന്ദവും ശാശ്വത ജീവിതവും പൂർണ്ണ ജ്ഞാനവും നേടുന്നു. ഈ അറിവുകൊണ്ട് നാം പ്രചോദിതരാവണം. ഇതറിഞ്ഞ ഒരാൾക്ക് സത്യത്തിന്റെ തെറ്റായ പ്രതിച്ഛായയിൽ നിന്ന് സ്വയം പുറത്തു കടന്ന് ശാശ്വത ലോകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടാവണം. ഭൗതിക ലോകത്തോട് അതിയായ ആസക്തിയുണ്ടെങ്കിൽ അത്ര വേഗം അതിനെ വിട്ടൊഴിയാനാവില്ല. കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ക്രമേണ വിരക്തി വരാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണാവബോധമുള്ള ഭക്തന്മാരുമായി സഹവസിക്കുകയും അത്തരമൊരു സമൂഹത്തെ തേടി കണ്ടെത്തുകയും വേണം. അങ്ങനെ ഭക്തിയുത ഭഗവത് സേവനം പരിശീലിക്കണം. എന്നാൽ ഭൗതികതയോടുള്ള ആസക്തി മുറിച്ചു നീക്കാൻ കഴിയും. കാവി ഉടുത്തത് കൊണ്ട് മാത്രം ഭൗതികാകർഷണങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ സാധ്യമല്ല. ഭക്തിയുത ഭഗവത് സേവന കർമ്മത്തിൽ ആസക്തി ഉണ്ടാവണം. യഥാർത്ഥ വൃക്ഷത്തിന്റെ തെറ്റായ പ്രാതിനിധ്യമാകുന്ന ബന്ധനത്തിൽ നിന്നൊഴിയാൻ 12-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെയുള്ള ഭക്തിയുത സേവനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം. ഭൗതിക പ്രകൃതി എല്ലാ പ്രക്രിയകളെയും മലിനപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് 14-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തിപൂർവമായ ഭഗവത് സേവനം ഒന്നേ തികച്ചും അതീന്ദ്രിയമായുള്ളൂ. പരമം മമ എന്ന വാക്കുകൾക്കിവിടെ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ഏതൊരു മുക്കും മൂലയും പരമപുരുഷന്റെ തന്നെ. എങ്കിലും പരമം, അതായത് 6 ഐശ്വര്യങ്ങളും തികഞ്ഞത് ആധ്യാത്മിക ലോകമത്രേ. അവിടെ വെയിലോ നിലാവോ നക്ഷത്രങ്ങളോ ആവശ്യമില്ലെന്ന് കഠോപനിഷത്ത് പറയുന്നുണ്ട്. ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം. 2.2.15 പരവ്യോമം മുഴുവൻ ഭഗവാന്റെ അന്തരംഗ ശക്തി കൊണ്ട് തന്നെ പ്രകാശമാനമാണ്. ആ പരമധാമം ആത്മസമർപ്പണത്താലല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ആർക്കും പ്രാപ്യമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യകം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യാ ശ്രീരൂപാനുഗാ ഭക്തിത ഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണി രൂപാനുഗാ വിരുദ്ധ്വാ ഭക്തികാന്താരിണി. നമോ ഓം ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജായ തേ നമഃ. നമോ ഓം ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ രൂപാനുഗാവരായ ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ േച്ചായ് ഗൗശായ് ഗൗരി ചരൺ ബന്ധൻ ജഹാമോദ വിഘ്നനാശ അഭീഷ്ടപൂരൻ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരത്വഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ.
जयतां शिरतो पङ्कोर्मम मन्त्रमदेर्दति मत्सर्वस्वपदाम्बोजो राधामदनमोहनो दिव्याद्वृन्दारण्यकल्पद्रुमदा श्रीमद्रत्नाकरसिंहस्तौ श्रीमद्राधा श्रीलगोविन्ददेवो कृष्णालभि सेव्यमानौ स्मरामि श्रीमन् रासरसारम्भी वंशीवडत्तडस्थितः कर्षन् वेणुस्वनिर्गोपी गोपीनाथाश्रयेस्तु नः तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी नमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും ശ്രീല പ്രഭുപാദിന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കാരുണ്യം എന്നുകൊണ്ട് മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും പാതാരവിന്ദങ്ങളിൽ എന്റെ ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. രൂപമസ്യേഹ തതോപി ലഭ്യത്തെ നാന്തോ ന ചാതിർന സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസൃത പുരാണി. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചുവരവില്ലയോ ആ ദിവ്യപദം പോക്കി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാറ്റിന്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. ശ്രീകൃഷ്ണ. അങ്ങനെ നമ്മള് 15-ാം അധ്യായത്തിലെത്തി. പുരുഷോത്തമ യുഗം എന്ന നമ്മള് ഇപ്പോ എല്ലാ ദിവസവും പുരുഷോത്തമ യോഗം എന്ന ഈ അധ്യായം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഇതിന്റെ പ്രാധാന്യം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ 15-ാം അധ്യായത്തിന്റെ പ്രാധാന്യം. അപ്പോ അതിലുള്ള ശ്ലോകങ്ങളെല്ലാം മുത്തുമണികൾ പോലെ അത്രയ്ക്കും പ്രാധാന്യം അർഹിക്കുന്ന ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അത് നമ്മള് ആ ചാപ്റ്ററിലെ ശ്ലോകങ്ങളെങ്കിലും നമ്മൾ ഹൃദിസ്ഥമാക്കിയിരിക്കണം. അതായത് അത്രയ്ക്കും പ്രാധാന്യമുള്ള ശ്ലോകങ്ങളാണ് ഈ പുരുഷോത്തമ യോഗം എന്ന ഈ അധ്യായത്തിലുള്ളത്. ഭഗവാന്റെ പുരുഷോത്തമൻ എന്ന പേര് നമുക്ക് ഈ പുരുഷോത്തമ മാസത്തിന് വന്നു. അപ്പൊ അതേപോലെ ഈ പുരുഷോത്തമ യോഗം ആ അധ്യായവും നമ്മൾ മനസ്സിലാക്കണം, പൂർണ്ണമായും മനസ്സിലാക്കി നമ്മൾ ഭക്തിയിൽ മുന്നേറണം. പുരുഷോത്തമ മാസം ഇപ്പൊ നമ്മൾ അവസാനിപ്പിച്ചു. അപ്പൊ ആ ഒരു മാസം മുഴുവൻ നമ്മൾ ഈ അധ്യായം വായിച്ചു. എല്ലാവരും ഈ ശ്ലോകങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ പഠിച്ചത് അശ്വത്ഥത്തെ കുറിച്ചാണ് അല്ലെ. തല കീഴായി നിൽക്കുന്ന അശ്വത്ഥം, അതിന്റെ വിവരണമാണ് ഇപ്പോൾ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചു തല കീഴായി നിൽക്കുന്ന, അതായത് വേരുകൾ മേൽപോട്ടും ശാഖകൾ താഴോട്ടുമായിട്ട് നിൽക്കുന്ന അശ്വത്ഥം എന്നൊരു വൃക്ഷമുണ്ട്. അതില് ഇലകൾ എന്താണ്? ചന്താംസി അല്ലെ. അതായത് വേദസൂക്തങ്ങളാണ് ആ ഇലകളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ശാഖകളും ചില്ലകളും, ശാഖകള് ഇലവും ചില്ലകള് ഇന്ദ്രിയ വിഷയങ്ങളും. ആ ശാഖ അഗ്രങ്ങളാണ് ഇന്ദ്രിയങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ പെട്ട് ഈ ഭൗതിക ജീവിതത്തില്, അതായത് ജീവാത്മാക്കള് ഇന്ദ്രിയ വിഷയങ്ങൾ, അതായത് അവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ പെട്ട് അവര് ഈ വൃക്ഷത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവര് ഗുണങ്ങൾക്കനുസരിച്ച് തത്വഗുണം, നല്ല ഗുണങ്ങൾ ചെയ്യുമ്പോൾ അവര് ഉപരിലോകങ്ങളിലേക്ക് പോവുകയും ആ ഗുണം അവസാനിക്കുമ്പോൾ അവര് തിരിച്ച് വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ അവര് ഈ ജീവിതം, അവരുടെ ഓരോ ജന്മങ്ങളും ഇങ്ങനെ ഈ വൃക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് PODD സൈക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് മേൽപോട്ടുള്ള ലോകങ്ങളെ കുറിച്ച് അവര് അറിയുന്നില്ല.
രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്ക് ഇറങ്ങുന്ന വേരുകളുമുണ്ട്. ഈ അടുത്തത് പറയുന്നത് സെക്കൻഡറി റൂട്ട്. പ്രൈമറി റൂട്ട് ബ്രഹ്മലോകത്തു നിന്ന് ഉത്ഭവിക്കുന്നു. ആ റൂട്ടിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള വൃക്ഷത്തിന്റെ ഭാഗങ്ങളെല്ലാം താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെ ഈ വൃക്ഷത്തിന് സെക്കൻഡറി റൂട്ടുമുണ്ട്. അതിന് നമ്മള് ഫലോദിഷ്ട കർമ്മങ്ങൾ അവയോട് ബന്ധപ്പെട്ട, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളോട് ബന്ധപ്പെട്ടതാണ് ഈ വേരുകൾ. അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങൾ ചെയ്യുന്ന ആ ജീവാത്മാക്കള് അതായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ, ഈ BODD സൈക്കിളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ ഈ വേരുകൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഉപരിലോകങ്ങളെ കുറിച്ചുള്ള അറിവും ലഭിക്കുന്നില്ല. അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത് ഈ വൃക്ഷത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വൃക്ഷത്തിനെ കുറിച്ച് ഈ ഭൗതിക ലോകത്തിലുള്ളവർക്ക് ഒരിക്കലും ഒന്നും അറിയാൻ കഴിയുന്നില്ല. അതിന്റെ തുടക്കം എവിടെയാണെന്നോ അവസാനം എവിടെയാണെന്നോ അത് എവിടെ നിന്നാണോ വന്നതെന്നോ അവർക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. അതായത് ആ വൃക്ഷം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ തുടക്കം എവിടെയാണോ ഒടുക്കം എവിടെയാണോ ഒന്നും ഈ ഭൗതിക ലോകത്തിലുള്ള മനുഷ്യർക്ക് ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഈ അരയാൽ മരത്തിന്റെ യഥാർത്ഥ രൂപം ഭൗതിക ലോകത്തിൽ കാണാവുന്നതല്ലെന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. രൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോന്ന ചാതിർ നജസം പ്രതിഷ്ഠ. വേര് മേൽപോട്ടായിരിക്കെ വൃക്ഷത്തിന്റെ വളർച്ച മറുവശത്തേക്കാണ്. ഭൗതിക ശാഖാ പടലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് വൃക്ഷത്തിന്റെ വിസ്തൃതി എത്രയെന്നോ മൂലം എവിടെയെന്നോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എങ്കിലും കാരണം കണ്ടെത്തണം. അതായത് നമ്മള് ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയില്ല, നമ്മൾ അതിൽ പെട്ടുകിടക്കുകയാണ്. അതിന്റെ ഉള്ളിലുള്ള ആ കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. അതിന്റെ പുറത്തുള്ള ലോകത്തെ കുറിച്ച് ആ തവളയ്ക്ക് അറിയില്ല അല്ലെ. അതേപോലെയാണ് ഈ മനുഷ്യലോകത്തില് ഈ ജ്ഞാനം ലഭിക്കാത്ത ആളുകളുടെ അവസ്ഥ. അവര് അതിനുള്ളിൽ തന്നെ കഴിഞ്ഞ് അതാണ് ഏറ്റവും വലിയ സുഖം, അവിടെയുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം, അത് മാത്രമാണ് ജീവിതം. അത് മനസ്സിലാക്കി അവർ അതിൽ തന്നെ പെട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് പുറത്തുള്ള ലോകത്തെ കുറിച്ച് അറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് എങ്കിലും കാരണം കണ്ടെത്തണം. അതായത് അതിന് പുറത്തുള്ള ലോകത്തെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും പ്രഭുപദർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ പുത്രൻ, പിതാവ് ഇന്നയാളുടെ പുത്രൻ, അങ്ങനെ നമ്മുടെ പേരുകൾ, നമ്മുടെ പൈതൃകം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുമല്ലേ. ചിലപ്പോൾ നമ്മുടെ അച്ഛന്റെ പേര്, അച്ഛന്റെ പേര്, അങ്ങനെ നമ്മൾ ചോദിച്ച് കുറച്ച് നമുക്കറിയാൻ സാധിക്കും. പക്ഷെ അതിന്റെ തുടക്കം അത് എവിടെ നിന്ന് തുടങ്ങി എന്ന് നമ്മൾ അന്വേഷിച്ച് ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവസാനം എവിടേക്ക് എത്തും? ആ ലാസ്റ്റ് ബ്രഹ്മാവിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് അറിയും. എന്നാൽ ഈ ബ്രഹ്മാവിനും ഉണ്ട് ഒരു പിതാവ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത്. ആ ഗർഭോദകശായ വിഷ്ണു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ വിസ്തരണങ്ങളായ 3 വിഷ്ണുക്കളിലെ ഒന്നാണ് ഗർഭോദകശായ വിഷ്ണു. അപ്പൊ അവസാനം ചെന്നെത്തുന്നത് ഭഗവാനിലേക്ക് തന്നെയാണ്. അങ്ങനെ ആ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ അന്വേഷണം അവസാനിക്കും. അതായത് ഏറ്റവും ആദ്യമായിട്ട് ഭഗവാനാണ് സൃഷ്ടി നടത്തിയത്. ആ ഭഗവാനിൽ നിന്നാണ് ഈ കാണുന്ന ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഉത്ഭവിച്ചതെന്ന് നമുക്ക് എവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ശാസ്ത്രങ്ങൾ പഠിച്ച് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഭഗവത് ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ട് വേണം ഈ വൃക്ഷത്തിന്റെ ആരംഭമാകുന്ന പരമദിവ്യോത്തമ പുരുഷനെ ആരാഞ്ഞറിയാൻ. അതറിഞ്ഞ ഒരാൾക്ക് ഈ മായികമായ നിഴലിനോട് ആസക്തി ഉണ്ടാവില്ല. അങ്ങനെ ജ്ഞാനം കൊണ്ട് ഈ മായാവൃക്ഷത്തോടുള്ള ബന്ധനമറുത്ത് യഥാർത്ഥ വൃക്ഷത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. അതായത് ഈ വേര് തുടങ്ങുന്നത് ബ്രഹ്മലോകത്തു നിന്നാണെങ്കിലും ഇതിന്റെ ശരിയായ ആത്മീയ ലോകങ്ങളിൽ നിന്നാണ്. അവിടെയാണ് ശരിയായ വൃക്ഷം. അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഈ കാണുന്ന ഈ മായാവൃക്ഷം. അതുകൊണ്ട് ഈ മായാവൃക്ഷത്തിനെ അറുത്തുകൊണ്ട് അതിനെ നമ്മുടെ വിരക്തിയാകുന്ന ആയുധം കൊണ്ട് അറുക്കണം എന്നാണ് പറയുന്നത്. ആ വിരക്തി എവിടെ നിന്ന് വരും? നമുക്ക് ജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വിരക്തി ഉണ്ടാകുന്നത്. ആ ജ്ഞാനം ഇല്ലെങ്കിൽ നമ്മൾ ഈ BODD സൈക്കിൾ തന്നെ വിട്ടുകിടക്കും. ആ ജ്ഞാനം നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ സമ്പാദിച്ച് ആ ജ്ഞാനത്തിന്റെ വെളിച്ചത്തില് നമ്മൾ വിരക്തിയാകുന്ന ആയുധത്താല് ആ വൃക്ഷത്തെ ഛേദിച്ചു കളയണം എന്നാണ് പറയുന്നത്. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ. അതായത് ദൃഢമായ വിശ്വാസം കൊണ്ട് നമ്മൾ ആ വിരക്തിയാകുന്ന ആയുധം കൊണ്ട് ഈ വൃക്ഷത്തിനെ ഛേദിച്ചു കളയണം. ഈ വൃക്ഷത്തിനെ ഛേദിച്ചു കളഞ്ഞതിൽ നമ്മൾ വീണ്ടും ഈ
സൈക്കിളിൽ തന്നെ തുടർന്ന് കിടക്കും. ബാക്കിയുള്ള ലോകങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. എവിടെയാണ് നമ്മൾക്ക് എത്തേണ്ടത്, പരമമായ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അത് നമുക്ക് നേടണമെങ്കിൽ, അത് അറിയണമെങ്കിൽ നമ്മൾ ജ്ഞാനം സമ്പാദിക്കണം. അസംഗ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. വിഷയസുഖങ്ങളിലുള്ള ആസക്തിയും ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസനയ്ക്കും കരുത്തേറെയുണ്ട്. അതായത് ആസക്തി, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഭൗതിക ലോകത്തിൽ കാണുന്ന എല്ലാത്തിനോടും നമുക്ക് ആസക്തിയാണ്. അതായത് നമ്മുടെ ഗുണത്തിനനുസരിച്ച് രജോ ഗുണികൾക്കും തമോ ഗുണികൾക്കും ആസക്തി സത്വഗുണികളെക്കാൾ കൂടുതലായിരിക്കും. അവർക്ക് എപ്പോഴും എല്ലാം നേടണം, ഇതെല്ലാം എന്റെ ആക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാരണം അവരത് നേടാൻ വേണ്ടി അതിന് പിന്നാലെ പായും. അതുകൊണ്ടാണ് അതിന് കരുത്തേറെയുണ്ട്. നമ്മുടെ വാസനകൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾക്ക് ആ വാസനകൾ അത് നിലനിൽക്കും. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആ വാസനയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തായിരുന്നോ അതിന്റെ മുഴുവനും നമുക്ക് നഷ്ടപ്പെടില്ല. അതിന്റെ കുറച്ച് വാസന അവിടെ ശേഷിക്കും. അത് ഈ പിന്നീട് എടുക്കുന്ന ശരീരങ്ങളിലും അത് ആ ജീവാത്മാവ് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ശരീരങ്ങൾ എടുത്ത്, പുതിയ പുതിയ ശരീരങ്ങൾ എടുത്ത് അതില് ഈ സൈക്കിളിൽ പെട്ട് കിടക്കുന്നത്. അതിന് കരുത്ത് ഏറെയാണ്. ആ കാരണത്താൽ പ്രാമാണിക ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആധ്യാത്മിക ശാസ്ത്രത്തെ ചർച്ച ചെയ്തും ജ്ഞാനികളിൽ നിന്ന് കേട്ടും വൈരാഗ്യം ശീലിക്കണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭൗതികതയോടുള്ള വിരക്തി. ആ ഭൗതികതയിലേക്ക് നമ്മൾ മുഴുകാതെ അതിന് പുറത്തു കടക്കണം. ആ വൈരാഗ്യമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിനെന്ത് വേണം? പ്രാമാണിക ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആത്മീയ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണമായും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വൈരാഗ്യം നമ്മുടെ ഉള്ളിൽ വളരുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും ആസക്തി ഉണ്ടാകും. അതായത് എല്ലാം ഈ ഭൗതിക ലോകത്ത് കാണുന്നതെല്ലാം സത്യമാണ്, ഇതെല്ലാം നമ്മുടെയാണ്, ഇതെല്ലാം നമുക്ക് സ്വന്തമാക്കണം, ഇതാണ് നമ്മുടെ സുഖം, സന്തോഷം, ഇതാണ് ഏറ്റവും പരമമായതെന്നുള്ള ഒരു ജ്ഞാനം മാത്രമേ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വേറിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കണം. അതിനെന്ത് വേണം? ജ്ഞാനികളിൽ നിന്ന്, അതായത് ഈ ആത്മീയ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ജ്ഞാനികളിൽ നിന്ന് അത് നമ്മൾ മനസ്സിലാക്കി, അങ്ങനെയാണ് നമുക്ക് വൈരാഗ്യം നമ്മളിൽ വളർന്നു വരുന്നത്. ഭക്തജനങ്ങളുമായി സഹവസിച്ച് ആധ്യാത്മിക ചർച്ചകൾ നടത്തുന്നതിന്റെ ഫലം ഭഗവത് പ്രാപ്തി തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഭക്തിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഭക്തജനങ്ങളെ, അവരുമായിട്ടുള്ള സഹവാസം, അവരിൽ നിന്നും നമുക്ക് ഭഗവത് പ്രാപ്തി, അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എന്താണ്? ഭഗവാനോടുള്ള ആ സ്നേഹം, ആ പ്രേമം അവരിൽ നിന്നും നമുക്ക് ലഭിക്കും. എന്നിട്ട് എന്ത് വേണം? ആ ഭഗവാനോടുള്ള സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഭഗവാന് സ്വയം സമർപ്പിക്കുക. അതായത് ഭഗവാന് നമ്മളെ എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള സമർപ്പണ മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എവിടെ ചെന്നെത്തിയാൽ ഈ നിഴൽ വൃക്ഷത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ലയോ? ആ പരമപദത്തെ പറ്റി മുമ്പ് പറഞ്ഞുവല്ലോ, അത് ഇവിടെ വിവരിക്കുന്നു. കാലത്തിൽ ഏതൊന്നിന്റെയും നാരായ പേര് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അവിടുത്തെ പ്രസാദം നേടാൻ ആത്മസമർപ്പണമാണ് ആവശ്യം. അതായത് പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം. ആ അനുഗ്രഹം നേടാൻ നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം. അത് മാത്രമേ വേണ്ടൂ. ശ്രവണ കീർത്തനാദികളായ അനുഷ്ഠാനങ്ങളാൽ ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന സേവനത്തിന്റെ ഫലമാണ് ആത്മാർപ്പണം. അതായത് ഭക്തിപൂർവം ചെയ്യുന്ന സേവനം, നമ്മൾ ഭഗവാന് വേണ്ടി സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭഗവാന് വേണ്ടിയുള്ളതായിരിക്കും. അത് തന്നെയാണ് ആത്മസമർപ്പണം എന്ന് പറയുന്നത്. ശ്രവണ കീർത്തനാദികൾ, നമ്മൾ നവതാമാർഗങ്ങൾ സ്വീകരിക്കുക, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുക. ഇത്രയും മാത്രമേ ഭഗവാന് ആത്മാർപ്പണം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങൾക്ക് മൂല കാരണമാണ് കൃഷ്ണൻ. ഇത് ഭഗവാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേമ ബുധാഭാവ സമന്വിത. അതായത് 10ാം അധ്യായത്തില് 8ാം ശ്ലോകത്തില് ഭഗവാൻ ഇത് പറയുന്നുണ്ട്. എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം ഭഗവാനാണ്. ഭൗതിക ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം. കൃഷ്ണന് സ്വയം സമർപ്പിതനായ മനുഷ്യൻ ഭൗതിക പടർപ്പിൽ നിന്ന് താനെ മുക്തനാകുന്നു. അതായത് മറ്റ് ദേവീദേവന്മാരെ നമ്മൾ ആത്മസമർപ്പണം ചെയ്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ജന്മ മൃത്യു ജരാവ്യാധി എന്ന ഈ സൈക്കിളിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചനം ലഭിക്കുകയില്ല. അതിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ സമർപ്പിക്കണം, നമ്മൾ ശരണം പ്രാപിക്കണം. അതുകൊണ്ട് കൃഷ്ണന് സ്വയം സമർപ്പിതനായ മനുഷ്യൻ ഭൗതിക പടർപ്പിൽ നിന്ന് താനേ മുക്തനാകുന്നു. അതായത് നമ്മൾ ഈ നവതാമാർഗങ്ങളൊക്കെ ചെയ്ത് ഭഗവാന് സമർപ്പിച്ച് ഭഗവാന്റെ പ്രസാദം കഴിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് താനെ
നമുക്ക് ഈ ഭൗതികതയിൽ നമുക്ക് മുക്തി ലഭിക്കും. അതായത് നമ്മൾ ഭക്തി നിർഭരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ താനേ അതിനുള്ള ആ ഒരു ഭാവം നമ്മിൽ വന്നു ചേരും. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആ വിരക്തി നമുക്ക് വളർത്തിയെടുക്കേണ്ട കാര്യമില്ല. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിനം പ്രതി നമ്മൾ നമ്മുടെ ഭക്തി വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ വിരക്തി നമുക്ക് അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും. ശ്രീകൃഷ്ണ. ശ്ലോകം 5. നിർമാന മോഹാജിത സംഗദോഷ അധ്യാത്മ നിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേ വിമുക്ത സുഖദുഃഖ സജ്ഞേർ ഗച്ഛന്ത്യ മൂഢ പദമവ്യയം തത്. ഇനി എന്തൊക്കെയാണ് ഈ ആത്മസമർപ്പണം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാനെ നമ്മൾ ആത്മസമർപ്പണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും അഭിമാനം, വിദ്യാഭിമാനം, അതായത് നമുക്ക് നമ്മളാണ് അഹം, ഞാനാണ് എല്ലാത്തിന്റെയും അധിപൻ, ഈ ഭൗതിക ലോകം നമ്മുടേതാണ്, നമുക്ക് വേണ്ടിയാണ് ഭഗവാൻ സൃഷ്ടിച്ചിരുന്നത്, നമുക്ക് സുഖിക്കാൻ വേണ്ടിയാണ്, എല്ലാം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു ഭാവം, ആ മിഥ്യാഭിമാനം, പിന്നെ എല്ലാം നമുക്ക് മായാമോഹം, എല്ലാം നമുക്ക് ആഗ്രഹം, എല്ലാം കിട്ടാം, എന്ത് നമ്മൾ ഒരു പുതിയൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടേതാക്കണം, എന്റേതാക്കണം എന്നുള്ള ഒരു വാസനയാണ് എല്ലാ ജീവാത്മാക്കളും മനുഷ്യരിലും കാണുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലുള്ള ആ ഗുണങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഗുണങ്ങളിൽ പെട്ട് അവര് അത് നേടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പിന്നെയുള്ളത് ദുസ്സംസർഗം, അതായത് ലോകത്തില് നമ്മൾ കാണുന്ന മനുഷ്യരിൽ ഭൂരിഭാഗം പേരും ഈ ഇങ്ങനെയുള്ള ആസക്തിയുള്ളവരാണ്. അപ്പൊ അവരുമായി ചേരുമ്പോൾ നമുക്ക് ഒരിക്കലും ഭക്തി നമുക്ക് കിട്ടുന്നില്ല. നമ്മളിൽ നിന്നും ആ ഭക്തി എന്നുള്ള ആ ഒരു ഭാവം തന്നെ വിട്ടുപോകും. അതുകൊണ്ടാണ് ദുസ്സംസർഗം എന്ന് പറയുന്നത്. ഈ ദോഷങ്ങളെല്ലാം നമ്മൾ മാറ്റണം. വിദ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ, ഈ ഭൗതികമായ നമുക്ക് വേണമെന്നുള്ള ഈ ആഗ്രഹങ്ങൾ, നമ്മൾ ഡിസയർ ആണ് നമ്മളെ എല്ലാത്തിലേക്കും നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ. മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ തോന്നും. അപ്പൊ അതനുസരിച്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ബുദ്ധിക്ക് കഴിയുന്നില്ല. നമ്മൾ ആ ഭൗതികതയിൽ പെട്ട് ഭക്തിയിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പൊ നമ്മൾ എന്തറിയണം? ആ സനാതന തത്വത്തെ അറിഞ്ഞ ആ ഭഗവാൻ, ആ അവ്യയനായ ഭഗവാനെ കുറിച്ച് നമ്മൾ അറിയണം. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിദ്യാഭിമാനവും മായാമോഹവും ദുസ്സംസർഗത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ, അതായത് ഈ സനാതന തത്വത്തെ അറിഞ്ഞ് ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് അത് ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കി ഈ സുഖദുഃഖങ്ങൾ, ഈ ദ്വന്ദ്ങ്ങളെല്ലാം ടെമ്പററി ആണ്, ഈ ലോകം ടെമ്പററി ആണ്, നമുക്ക് എത്തേണ്ട സ്ഥലം ഇതല്ല, ആത്മീയ ലോകങ്ങള് നമുക്കുണ്ട്, അവിടെയെല്ലാം എങ്ങനെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കണം. അന്നെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് സ്വയം സമർപ്പിക്കാൻ തോന്നുകയുള്ളൂ. അതായത് ജ്ഞാനം ഉണ്ടാകണം നമുക്ക് ആത്മീയ ലോകങ്ങളെ കുറിച്ചും, എവിടെയാണ് ഈ ജീവാത്മാക്കള് എത്തേണ്ടത്, അതായത് നമ്മുടെ പരമമായ ലക്ഷ്യം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാനെ സ്വയം സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതിന് നമ്മളിലുള്ള ഈ ഗുണങ്ങളെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ അതെല്ലാം മനസ്സിലാക്കി സ്വയം സമർപ്പിക്കാൻ അറിഞ്ഞവർക്ക് മാത്രമേ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കാൻ കഴിയുള്ളൂ. അതാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ആത്മനിവേദനത്തിന്റെ പ്രക്രിയയാണ് ഇവിടെ ഭംഗിയായി വിവരിക്കുന്നത്. ഒരാൾക്ക് ആദ്യമായി വേണ്ടുന്ന ഗുണമാണ് അഹംഭാവത്താൽ വിഭ്രാന്തരാകാതിരിക്കുക എന്നത്. ഞാനെന്ന ഭാവം, അതായത് ഞാനാണ് എല്ലാത്തിന്റെ അധിപൻ, എനിക്കാണ് ഇതെല്ലാം, ഞാനാണ് ഇതെല്ലാം എൻജോയ് ചെയ്യേണ്ടത്. ഭഗവാൻ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു ഭാവം, അതായത് ആ ഭാവത്തിൽ നിന്ന് വിഭ്രാന്തരാകാതിരിക്കുക. ആ ഭാവം നമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേടാനും അതിന് പിന്നാലെ നമ്മൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും ഓരോന്നും നേടാനായിട്ട്. പ്രകൃതിക്ക് അതീശൻ താനാണെന്ന ഗർവം വെച്ചു പുലർത്തുന്ന ബദ്ധജീവന് ഭഗവത് പാദങ്ങളിൽ സ്വയം സമർപ്പിക്കാൻ പ്രയാസം അനുഭവപ്പെടും. അതായത് ആ മനസ്സിൽ അങ്ങനത്തെ ഒരു ഭാവമുള്ളവർക്ക് ഒരിക്കലും ഭഗവാനെ നമസ്കരിക്കാൻ അവരുടെ മനസ്സ് അതിന് സമ്മതിക്കില്ല. കാരണം ഞാനെന്ന ഭാവം അവരുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ശിരസ് ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. അവരെപ്പോഴും ആ ഞാനെന്ന ഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. പരമാർത്ഥ ജ്ഞാനം വളർത്തിയെടുത്ത് താനല്ല ഭൗതിക പ്രകൃതിക്ക് അതീശനെന്ന് മനസ്സിലാക്കണം. പരമദിവ്യോത്മ പുരുഷനാണ് പ്രകൃതിക്ക് അതീശൻ. അഹങ്കാരജന്യമായ വിഭ്രാന്തിയിൽ നിന്ന് മുക്തനായാൽ ഭഗവാനിലുള്ള ആത്മാർപ്പണം ആരംഭിക്കാൻ സാധിക്കും.
ആ വിഭ്രാന്തിയിൽ നിന്ന് മുക്തനായാൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വളരുകയുള്ളൂ. അതായത് വിരക്തി നമ്മളെ ഭഗവാനിൽ നിന്ന് വേർപെടുത്തും. അതായത് നമ്മളെ അതിലേക്ക് അറ്റാച്ച്മെന്റ് ചെയ്യില്ല, ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. എന്നാൽ നമുക്ക് വിരക്തി വരണം. ആസക്തി വന്നാൽ നമ്മളിൽ നിന്ന് ഭഗവാനെ നമ്മളെ വേർപെടുത്തും. നമുക്ക് വിരക്തിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബഹുമതി നേടാമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നവർക്ക് പരമപുരുഷനെ ശരണം പ്രാപിക്കാൻ സാധ്യമല്ല. അതാണ് പറയുന്നത്, എപ്പോഴും നമ്മൾക്ക് അഭിമാനം, നമ്മൾ ഏറ്റവും വലിയ പൊസിഷനിൽ എത്തണം, നമുക്ക് എല്ലാവരുടെയും അംഗീകാരം കിട്ടണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം ആരുടെ ഉള്ളിലൊക്കെ ഉണ്ടോ അവർക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധ്യമല്ല. മായയിൽ നിന്നുളവാകുന്നതാണ് ഈ അഹംഭാവം. അതായത് നമ്മൾ ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചം മായയാണ്, ഇത് ഒരിക്കലും ശാശ്വതമല്ല, ശാശ്വതമായ ലോകം വേറെയുണ്ട്. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം അവർക്ക് ഈ അഹംഭാവം അവരിൽ ഇരിക്കും. ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിച്ച് വീണ്ടും പോകുന്നവർ ഈ ലോകത്തിലെ പ്രഭുക്കളാണെന്ന് സ്വയം ഭാവിക്കുന്നത് എന്തൊരു ഭോഷത്വമാണ്. പ്രഭുർ ചോദിക്കുകയാണ്, എന്തൊരു ഭോഷത്വമാണ്. അതായത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അവരതങ്ങനെ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഭാവിക്കുന്നത് കൊണ്ട് അവർ ഏതു കാര്യത്തിലും കുഴപ്പമുണ്ടാക്കുകയും എപ്പോഴും ക്ലേശിക്കാൻ ഇടവരികയും ചെയ്യുന്നു. അതായത് അവരെന്തൊക്കെ നേടിയാലും അവർക്ക് വീണ്ടും വീണ്ടും അതെല്ലാം പോരാ, ഇനിയും ഇനിയും നേടണമെന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഒന്നിലും തൃപ്തി വരുന്നില്ല. എല്ലാത്തിലും പോരാ പോരാ, എത്ര സമ്പാദിച്ചു കൂട്ടിയാലും ഇനിയും ഇനിയും നേടണം, എത്ര വലിയ വീടുണ്ടാക്കിയാലും അതിൽ ഉള്ള സുഖ സൗകര്യങ്ങളൊന്നും പോരാ, അപ്പുറത്ത് വേറെ ഒരു വീട്ടിൽ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ കാണുമ്പോൾ അതും നേടണം. അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരിക്കലും ഒരു തൃപ്തി വരുന്നില്ല ഒന്നിലും. അതുകൊണ്ടാണ് അവർക്ക് ക്ലേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തൃപ്തി വരാത്തത് കൊണ്ട് അവർക്ക് എപ്പോഴും മറ്റൊന്നിനെ കുറിച്ച്, ഈ നേടാനുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് നേടാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ മനസ്സ് എപ്പോഴും കലുഷിതമായിക്കൊണ്ടിരിക്കും. അവർക്ക് നേടാനുള്ള ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്, ഒന്നിലും മനസ്സ് നിൽക്കുന്നില്ല, തൃപ്തിയോടെ നിൽക്കുന്നില്ല. ലോകം ഈ തോന്നലിലാണ് സഞ്ചരിക്കുന്നത്. ഈ ഭൂമി മനുഷ്യവർഗത്തിന്റെ സ്വത്താണെന്ന് ആളുകൾ കരുതുന്നു. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഉടമാവകാശത്തിന്റെ പേരിൽ അതിനെ വിഭജിക്കുകയും ചെയ്യുന്നു. അതായത് മനുഷ്യർ മാത്രമാണല്ലോ ഇത്രയും ഭൂമി എന്റെ സ്വന്തം, അങ്ങനെ നമ്മൾ ഭാഗിച്ച് ആ ഭൂമിയെ ഭാഗം വെച്ച് എടുത്തിരിക്കുകയാണല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മളാണ് ഈ ഭൂമിയിലെ മനുഷ്യവർഗത്തിന്റെ സ്വത്താണെന്ന് കരുതുന്നത്. അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ മാത്രം സ്വത്താണെന്ന് കരുതുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിഭജിച്ച് ഓരോ ഭാഗം മനുഷ്യരിങ്ങനെ എടുത്ത് എന്റെ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നത്. അതിന് മനുഷ്യവർഗത്തിന്റെ ഉടമാവകാശത്തിന് കീഴിലാണ് ഭൂമി എന്ന മിഥ്യാധാരണ ഉപേക്ഷിച്ചേ തീരൂ. എന്നാൽ കുടുംബം, രാഷ്ട്രം, സമൂഹം എന്നിവയെ സംബന്ധിച്ചുള്ള മമതകളും തനിയെ നീങ്ങും. അങ്ങനെ നമ്മള് നമ്മുടെ ഇവിടെ എന്നാൽ എന്ന വാക്ക് അങ്ങനെയാണെങ്കിൽ നിർദ്ദേശത്തില പറഞ്ഞു. മനുഷ്യവർഗത്തിന്റെ ഉടമാവകാശത്തിന് കീഴിൽ ആണ് ഭൂമി എന്ന മിഥ്യാധാരണ ഉപേക്ഷിച്ചേ തീരുള്ളൂ. എന്നാൽ കുടുംബം, രാഷ്ട്രം, സമൂഹം എന്നിവയെ സംബന്ധിച്ചുള്ള മമതകളും തനിയെ നീങ്ങും. എന്നാൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിച്ചില്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുടുംബം, രാഷ്ട്രം, സമൂഹം എന്നിവയെ കുറിച്ചുള്ള മമതകളും തനിയെ നീങ്ങും. അതെ അതെ, മിഥ്യാധാരണ നമ്മൾ ഉപേക്ഷിക്കണം. അതായത് അർത്ഥത്തിലല്ല പറഞ്ഞ അവിടെ. അങ്ങനെ നമുക്ക് ഈ കുടുംബം, രാഷ്ട്രം, സമൂഹം എന്നിവയെ സംബന്ധിച്ചുള്ള മമതകളും തനിയെ നീങ്ങും. അതായത് ഭൂമി എന്നുള്ള ഈ വിദ്യാധാരണ നമ്മൾ ഉപേക്ഷിക്കണം. അതായത് മനുഷ്യനെ ആസ്വദിക്കാൻ മാത്രമുള്ളതാണ് ഈ ഭൂമി എന്ന ചിന്ത നമ്മൾ ഉപേക്ഷിച്ചാൽ നമുക്ക് ഈ ബന്ധങ്ങളോടുള്ള മമത നമുക്ക് തീരും. തെറ്റായ ഇത്തരം ബന്ധങ്ങളാണ് മനുഷ്യനെ ഭൗതിക ലോകമാകുന്ന കുടുക്കിൽ പെടുത്തുന്നത്. ഈ ഭൗതിക ബന്ധങ്ങളിലേക്കുള്ള അറ്റാച്ച്മെന്റ് കൂടുതൽ വരുന്നത് നമുക്ക് ഇത്തരം ബന്ധങ്ങളാണ്. അതായത് നമ്മുടേതാണ്, നമുക്ക് നേടണം, നമുക്ക് മാത്രമായിട്ടാണ് ഈ ഭൂമി, നമുക്ക് ജീവിക്കാനും നമുക്ക് ആസ്വദിക്കാനും മാത്രമുള്ളതാണ് എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ കുടുക്കിൽ പെട്ടുപോകുന്നത്. ഇവയിൽ നിന്ന് മുക്തി നേടിയിട്ട് വേണം ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ. അതായത് സ്പിരിച്വൽ നോളജ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ നോളജ് നമ്മൾ മനസ്സിലാക്കി അത് ടെമ്പററി ആണെന്ന് പൂർണ്ണമായി നമുക്ക് ബോധ്യം വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് സ്പിരിച്വൽ നോളജ് നമ്മളിൽ വളരുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ മെറ്റീരിയൽ നോളജിൽ തന്നെ പെട്ട് അതാണ് കൂടുതൽ നല്ലത്, അതിലാണ് നമുക്ക് സുഖം കിട്ടുന്നത് എന്നുള്ള ധാരണ നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ നോളജ് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങില്ല. നമ്മളിങ്ങനെ വെറുതെ ഒരു പുറംഭാഗം മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ. അതിന്റെ ഉള്ളിലേക്കുള്ള ആ ആഴത്തിലുള്ള നോളജ് നമുക്ക് കിട്ടുകയില്ല. അതിന് നമ്മൾ വിരക്തി തന്നെ നമ്മിൽ വരണം. എന്താണ് തന്റേതെന്നും തന്റേതല്ലാത്തതെന്നുമുള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, വസ്തുക്കളെ അതേപടി അറിയാൻ കഴിഞ്ഞാൽ സന്തോഷ സന്താപങ്ങൾ, സുഖദുഃഖങ്ങൾ ആദിയായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും.
അതായത് എന്താണ് നമ്മുടേതായി ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്ന ജ്ഞാനം നമുക്ക് നമ്മിൽ ഉറച്ചു കഴിയണം. എല്ലാം ഭഗവാന്റെ ആണെന്നുള്ള ജ്ഞാനം നമ്മിൽ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയാണ് എത്തേണ്ടത്, നമ്മുടെ ലക്ഷ്യം എവിടെയാണ്, ആ ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുക. അതായത് നമ്മില് ഒന്നുമില്ല, നമ്മൾ ഭഗവാനിൽ നിന്ന് വന്നതാണ്, നമ്മൾ തിരിച്ച് അവിടേക്കാണ് എത്തേണ്ടത്. ഇത് നമ്മുടെ ഗുണങ്ങൾ കൊണ്ട്, നമ്മൾ ചെയ്ത നമ്മുടെ ആ കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് വരേണ്ടി വന്നത്. ആ ബോധം നമ്മൾ എന്ന് ഉണ്ടാകുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് ഈ വിരക്തി വരികയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആ കുടുക്കിൽ പെട്ട് കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് തന്റേതെന്നും തന്റേതല്ലാത്തതെന്നുമുള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ വസ്തുക്കളെ അതേപടി അറിയാൻ കഴിയും. അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ആസ് ഇറ്റ് ഈസ്. അതേപോലെ നമ്മൾക്ക് എപ്പോഴാണ് അറിയാൻ കഴിയുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയുള്ളൂ. ശരിയായ ധർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനത്തിന് പൂർണ്ണത വരും. ആദ്യമായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. അപ്പോൾ ജ്ഞാനത്തിന് പൂർണ്ണത വരും. ഭഗവാന് സ്വയം സമർപ്പണം ചെയ്യുവാനും സാധിക്കും. അതായത് നമുക്ക് ശരിയായ ജ്ഞാനം നമ്മിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് നമുക്ക് വിരക്തി വരണം. അതായത് ഭൗതികതയോടുള്ള ആസക്തി നമ്മളിൽ നിന്ന് വിട്ടുമാറണം. എങ്കിൽ മാത്രമേ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് വീണ്ടും സംശയം ഉണ്ടായിട്ടുണ്ടാവണം. അതാണ് അടുത്ത ശ്ലോകം. അതായത് ഇങ്ങനെയെല്ലാം നമ്മൾ വിരക്തി ചെയ്ത് കാരണം 35 കഴിഞ്ഞു, 9 കഴിഞ്ഞു. ഹരേ കൃഷ്ണ. നിർത്തണോ? ആ അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്. ഹരേ കൃഷ്ണ. അതായത് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ടാവണം. അതായത് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ വിരക്തി നേടി ഭഗവാന് ആത്മസമർപ്പണം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉപരിലോകങ്ങളിലേക്ക് എത്തുമെന്ന് പറഞ്ഞല്ലോ. ആ ലോകങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആത്മീയ ലോകം ഇങ്ങനെയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ആ വിരക്തി ഉണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരു ദിവസം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സമയം കിട്ടിയില്ല. ഇതെങ്ങനെ ഇന്നത്തെ എക്സ്പ്ലനേഷൻ മത്സരമാദ്യത രണ്ടുപേരതെ ഓരോ സെന്റൻസും വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോ കുറച്ച് പെർഫെക്റ്റ് നീണ്ടായി കഴിഞ്ഞാൽ സമയം തീരെ മതിയാവില്ല. രണ്ടാമത് കണ്ടമാനം റിപ്പീറ്റേഷൻ വരും. അപ്പോ ഇങ്ങനെ തന്നെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മതി, ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിനെ ജസ്റ്റ് പറയാം. ഓരോ സെന്റൻസും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കണ്ടമാനം സമയം പോവുകയും ചെയ്യും, റിപ്പീറ്റേഷൻ വരികയും ചെയ്യും. അപ്പോൾ അക്കത്തെ ശ്രദ്ധ നിൽക്കില്ല. പിന്നെ മാത്രം സമയം പോയി കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ആ രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു സെന്റൻസ് ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിന് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സമയം ലാഭിക്കാം, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ ചെയ്യും, കൂടുതൽ കവർ ചെയ്യുകയും ചെയ്യും. ഓരോ സെന്റൻസും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടതാണ്. സമയം പോവുകയും ചെയ്യും, റെപ്യൂട്ടേഷൻ കുറെ ഉണ്ടാവുകയും ചെയ്യും. അത് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഈ ശ്ലോകത്തില് അശ്വതമേവം നാന്തോ ആദ്യ സമ്പ്രതിഷ്ഠ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഭൗതിക ലോകത്തിന് തുടക്കമില്ല, അവസാനമില്ല, അതിന് ആശ്രയമില്ല പറയുമ്പോൾ ആശ്രയമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അടിസ്ഥാന ഷെൽട്ടർ സമ്പ്രതിഷ്ഠ ഷെൽട്ടർ. ഈ ഷെൽട്ടർ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ മെറ്റീരിയൽ വേൾഡിനെ പറ്റിയുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നത്, അതെങ്ങനെയാണ്, എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇത് നിൽക്കുന്നത് എന്ന് നോളജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് വരികയാണ്. അത് ശരിയായിട്ടുള്ള രൂപം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അതിനാണ് നമുക്ക് അസംഗം വേണം, എന്ന് വെച്ചാൽ ഡിറ്റാച്ച്മെന്റ് വേണം, നോളജും വേണം. 6-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട് അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന നിഗ്രഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭ്യാസം വേണം, അതേസമയത്ത് ഡിറ്റാച്ച്മെന്റും വേണം. എന്നാൽ മാത്രമേ ഈ അശ്വതം എന്നുള്ള അരയാലിന്റെ രൂപം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ രൂപം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ ആദ്യമില്ല അന്ത്യമില്ല പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് ഭൗതികലോകത്തിൽ ക്രിയേഷൻ ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, ഡിസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമുണ്ട്, അവസാനമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പറയാൻ കാരണം? ആദ്യമില്ല അന്ത്യമില്ല പറയാൻ കാരണം ഈ ക്രിയേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയാണോ നമ്മൾ BODD സൈക്കിൾ നമുക്ക് റിപ്പീറ്റേഷൻ വരുന്നത്, അതേപോലെ ഈ യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ, ഇത് തുടർച്ചയായി റിപ്പീറ്റ് വരണം. ശരിക്കും ഒരു ഡിസ്ട്രക്ഷൻ ബ്രഹ്മാവിൻ്റെ 100 വയസ്സ് കഴിഞ്ഞാൽ, ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷനായി. പക്ഷെ വീണ്ടും ഒരു ബ്രഹ്മാവ് വരണം. അപ്പോൾ ബ്രഹ്മാവ് എപ്പോൾ വന്നു എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇതിന് തുടക്കം അറിയില്ല, ഇതിന് അവസാനം അറിയില്ല. പറയാൻ കാണുന്നതാണ്. അതാ ഉദ്ദേശിച്ചില്ല പറഞ്ഞത്. കാരണം ഈ റിപ്പീറ്റേഷൻ, ക്രിയേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ എന്നുള്ളത് അതിൻ്റെ ആദ്യം അതിൻ്റെ അവസാനം നമുക്കറിയില്ല. അശ്വത എന്നുള്ള വാക്കിന്റെ വിശ്വാസചക്രത്തിന് അശ്വത നാളെ ഇല്ല എന്നാണ്. ആ മീൻസ് നോ, ശ്വത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുമോറോ. അപ്പോൾ ദർ ഇസ് നോ ടുമോറോ. അങ്ങനെ കഴിഞ്ഞാൽ ആക്ച്വലി ടെമ്പററി ആണ്. പക്ഷെ അവ്യം എന്ന് വാക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അശ്വതം ഡിവോട്ടേഴ്സിനെ സംബന്ധിച്ചോളം ഈ ഭൗതിക ലോകം എന്നുള്ളത് താൽക്കാലികമാണ്, മനസ്സിലാക്കി കഴിഞ്ഞു. അതേ സമയത്ത് കർമ്മികളെ സംബന്ധിച്ചോളം ഇത് ഒരിക്കലും ക്ഷയിക്കില്ല, അത് അവ്യമായിട്ട് തന്നെ തോന്നും. പക്ഷെ അവര് ഈ BOD സൈക്കിളിൽ എപ്പോഴും അകപ്പെട്ടു പോയിരിക്കും. ഭക്തന്മാര് ഈ പറഞ്ഞാല് ജിതസംഗദോഷ, നിർമ്മാണമോഹ ജിതസംഗദോഷ, അധ്യാത്മവൃത്യ വിനിവൃത്ത കാമ. അധ്യാത്മവൃത്തിയാച്ച അവരുടെ കാര്യമാണെന്ന് വെച്ചാൽ അധ്യാത്മ വെച്ചാൽ എപ്പോഴും നമുക്ക് ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഇൻക്വിസിറ്റീവ്നെസ്, ബ്രഹ്മജിജ്ഞാസ, എപ്പോഴും നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇതിനെപ്പറ്റി ഒരു അനാലിസിസ്, സ്വയം ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അധ്യാത്മനിത്യ വിനിവൃത്ത കാമ, ഡിസയേഴ്സ്. അപ്പൊ നമുക്കറിയാം ഈ ഡിസയേഴ്സ് ആണ് നമ്മളെല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ വിനിവൃത്ത കാമ, അങ്ങനെ ആകുമ്പോൾ ഈ കാമങ്ങൾ തന്നെത്താൻ ഒഴിഞ്ഞു പോകും. ദന്തേർ വിമുക്ത നമുക്കറിയാം, ദന്തേച്ച് എന്നറിയാം. വിനിവൃത്ത ദന്തേർ വിമുക്ത സുഖദുഃഖ സംജ്ഞ ഗച്ഛന്തി അമൂഢ. അമൂഢാചഞ്ഞ എന്നാണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഒഴിവാകുക. എപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാകണം? വെൻ ദർ ഇസ് ഫുൾ നോളജ്. വെൻ ദർ ഇസ് ഫുൾ നോളജ് എപ്പോൾ നമുക്ക് അറിയാൻ പറ്റും? വെൻ ദർ ഇസ് ഡിറ്റാച്ച്മെന്റ്. എപ്പോൾ ഡിറ്റാച്ച്മെന്റിനും എപ്പോൾ ഭഗവാനെ ആശ്രയിക്കും. അപ്പോൾ അതൊരു ഇതാണ്. ആദ്യം ഭഗവാനെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ. ആ ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഉണ്ടാവുള്ളൂ. ആ ഭഗവാനെ തന്നെ നമ്മൾ സറണ്ടർ ചെയ്യാണ് അവസാനം. അൾട്ടിമേറ്റ്ലി തുടക്കം, നടുവിലും അവസാനത്തിലും ഒക്കെയും ഭഗവാൻ തന്നെയാണ്. അതാണ് കൃഷ്ണ ഹം സർവസ്യ പ്രഭവ മത്തസവ പ്രവർത്തതയും. എല്ലാത്തിൻ്റെയും അതൊക്കെ കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളുടെയും ആദ്യം ഞാനാണ്, തുടക്കവും മധ്യവും ഞാനാണ്, അവസാനം ഞാനാണ്. 10-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ ഭഗവാൻ അത് തന്നെ പറയണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനെ വിട്ടിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും, അതൊരു ഭ്രാന്തമായിരിക്കും, അതൊരു മോഹമായിരിക്കും എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അത് വളരെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ സീരിയസ് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉയർത്തുക. ഭഗവാനല്ലാണ്ട് ബാക്കിയെല്ലാം മായയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അശുദ്ധമാവുന്ന ഈ മരത്തിനോട് വിരക്തി തന്നെ ഉണ്ടാവും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മനോസിന്ദരോട് Okay, cool.